വല്ലാത്ത കഷ്ടമായി പോയി നീ ചെയ്തത്. സ്വിറ്റ്സർലൻഡിലേക്ക് പോവാനായിട്ട് പെട്ടി വരെ പാക്ക് ചെയ്തതല്ലായിരുന്നോ? എന്നിട്ടും അത് വേണ്ടാന്ന് വയ്ക്കാന്ന് വെച്ചാ വലിയ കഷ്ടാ. ഇതിപ്പോ ആരുടെ കണ്ണ് പെട്ടിട്ടാണെന്ന് ഒരു പിടിയും ഇല്ല. അയ്യോ, എന്തത്? സ്വിറ്റ്സർലൻഡിലേക്ക് പറക്കാനുള്ള ടിക്കറ്റുകളല്ലേ ഇതൊക്കെ? ഇതൊക്കെ ഇപ്പൊ ഏറി പറഞ്ഞിരിക്കുന്ന എയർ ടിക്കറ്റ് തന്നെയല്ലേ? ആ അതെ. ഇത് വല്ലാത്തൊരു വിധിയായിപ്പോയി. ഇനിയിപ്പൊ ഈ ടിക്കറ്റ് കൊണ്ട് പറക്കാനും പറ്റില്ല. എന്നാ പിന്നെ ഒരു അഭിഷേകം നടത്തിയേക്കാം. ടിക്കറ്റ് അഭിഷേകം. എന്താടി നീ കാണിക്കുന്നത്? ഇറങ്ങി പോടി വെളിയില്. അയ്യോടാ, ഞാൻ നിന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ വന്നതല്ലേ കൂട്ടുകാരി. അപ്പൊ ഇറങ്ങി പോവാനാണോ കൂട്ടുകാരി പറയുന്നത്? കഷ്ടമുണ്ട്. ഇപ്പൊ നിങ്ങളെ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയമാണോ അതോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്താണോ? എനിക്ക് അതിലൊന്നും അല്ല വിഷമം. സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് വരുമ്പോ എന്നെ പോലെ ഇരട്ട കുട്ടികളെയും വയറ്റി ചുമന്നോണ്ട് വരണോന്നൊക്കെ അസൂയമൂത്ത് ആഗ്രഹിച്ചതല്ലേ നീ? ആ എന്ത് ചെയ്യാനാ, ഇപ്പൊ ഇരട്ട കുട്ടികളും ഇല്ല, സ്വിറ്റ്സർലാൻഡും ഇല്ല. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയെന്ന് പറഞ്ഞാ മതിയല്ലോ. അല്ല, ഗൗതം പിണങ്ങി ഇറങ്ങി പോകുന്നുണ്ടല്ലോ. എങ്ങോട്ടാ പോയേ? നല്ല വിവരമുണ്ടാ? അല്ല, തിരിച്ചു വരുവാള്. മറ്റുള്ളവരുടെ സങ്കടം കണ്ട് ആഘോഷിക്കുന്നത് നിനക്ക് നല്ല ശീലമാണല്ലോ. അതിനു വേണ്ടിയാ നീ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും നിന്റെ ആഗ്രഹം സാധിച്ചല്ലോ. ഇനി ഒന്ന് പോയിട്ടോ. ചേടാ, നീ എന്തിനാ വെറുതെ എന്നെ കുറ്റപ്പെടുത്തുന്നേ? അല്ല, ഓരോരുത്തരും ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോ അവരവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ. നിന്നെ സംബന്ധിച്ചിടത്തോളം ടൂർ പോവാൻ പറ്റുന്ന ഇടങ്ങളെന്ന് പറയുന്നത് വല്ല വന്നിക്കുഴിയോ കണ്ടവങ്കാടോ ഇവിടെ അടുത്തുള്ള മൊട്ടക്കുന്നോ വല്ല തോട്ടിൻകരയൊക്കെ ആണ്. അതിന് പകരം കയറി സ്വിറ്റ്സർലൻഡൊക്കെ സ്വപ്നം കണ്ടാലേ ഇങ്ങനെയല്ലേ വരൂ. ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നു അറിഞ്ഞ നിമിഷം മുതൽ അതെങ്ങനെങ്കിലും മുടക്കി തരണേന്ന് നീ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വെറുതെ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ നിധി. നിന്റെ കേസിൽ എനിക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ലെന്നേ. നിന്റെ ദൈവം തന്നെ ഇപ്പൊ ഞാനാ. ഇപ്പൊ നിന്റെ വിധി തീരുമാനിക്കാനുള്ള പവർ ദൈവം ഈ ശിവാനിയെ ഏൽപ്പിച്ചിരിക്കുക. ഞാൻ മനസ്സ് വെച്ചാൽ നിന്നെ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. കാണാ നിനക്ക്. അല്ലെങ്കിലും ഏത് സമയവും ഇങ്ങനെ വെല്ലുവിളിക്കാനും പന്തയം വെക്കാനും നിനക്ക് ഒരു നാണവുമില്ല. ഇതിനെ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. അയ്യോ, ഇത് പന്തയോ മത്സരമൊന്നും അല്ല. ഇവിടെ അതിന്റെ ആവശ്യവും ഇല്ല. കാരണം ഇത് ഞാൻ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞ ഗെയിമാ നിധി. ഇനി റിസൾട്ട് അനൗൺസ് ചെയ്യേണ്ട സമയം മാത്രമേ ബാക്കിയുള്ളൂ. നീ കാത്തിരുന്നോ. നിന്റെ കാര്യത്തില് നീയും ഞാനും തമ്മിലുള്ള ഗെയിമിൽ ശിവാനി ഏകപക്ഷീയമായി ജയിച്ചു എന്ന റിസൾട്ട് വരുന്നത് കേൾക്കാൻ കാത്തിരുന്നോ നീ?
എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? നിനക്കിപ്പോ എന്താ വേണ്ടേ? പ്ലീസ് ഗൗതം, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ പറഞ്ഞത് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നത്. ദയവ് ചെയ്ത് വീണ്ടും വീണ്ടും എന്നെ വിളിച്ച് ശല്യപ്പെടുത്തരുത്. ഗൗതം, ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് എന്നോട് പറ. ഞാനിപ്പോ സ്വിറ്റ്സർലാൻഡിലാണ് ഉള്ളത്. എന്താ കുഴപ്പമുണ്ടോ? നീ വരുന്നില്ല എന്ന് പറഞ്ഞോണ്ട് ഞാൻ തനിച്ചെങ്ങും പോകുന്നു. നോക്ക്, എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തരുത്. എനിക്ക് നിന്റെ ശബ്ദം പോലും കേൾക്കണ്ട, മനസ്സിലായോ? ഇവനിത് എങ്ങോട്ട് ഇറങ്ങിപ്പോയെന്ന് അറിയില്ലല്ലോ എന്റെ ഭഗവതി. അമ്മേ, 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 അമ്മേ. സമാധാനായിട്ടൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല നീ. ഓഹോ, അപ്പോ അമ്മ ഉറങ്ങുമായിരുന്നല്ലേ? പിന്നല്ലാതെ ഞാനെന്തിനാ ഈ സമയത്ത് ഉറക്കൊഴിഞ്ഞിരിക്കുന്നത്? ഗൗത എങ്ങോട്ടെന്നില്ലാതെ ഈ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയി. അതും അമ്മയുടെ മുമ്പിൽ കൂടി. ഞാൻ വിളിച്ചു നോക്കി. ആദ്യം ഫോൺ എടുത്തപ്പോ സ്വിറ്റ്സർലൻഡിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടു. ഞാൻ കാല് പിടിച്ച് അപേക്ഷിച്ചു ഇങ്ങോട്ട് വരാൻ. ഇനി തിരിച്ചു വരില്ലെന്നാ ഗൗതം പറയുന്നത്. പിന്നെ വിളിച്ചപ്പോ ഫോൺ ഓഫാക്കി, കിട്ടുന്നില്ല. ചുറ്റും നിറയെ ശത്രുക്കളുള്ള ഒരു മനുഷ്യൻ പാതിരാത്രിയിൽ ഇങ്ങനെ അമ്മയുടെ മുമ്പിൽ കൂടി ഇറങ്ങിപ്പോയിട്ട് അമ്മ ഇങ്ങനെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു എന്ന് പറഞ്ഞ